ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സിൽ ആദ്യത്തെ ടിപ്സിൽ അതേ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ തുരത്താനുള്ള ടിപ്പാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അതേ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഐറ്റംസുകളൊക്കെ ചേർക്കാം. അപ്പോൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന പുകയിലയാണേ. പുകയില ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുത്താൽ ആ പുകയിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിൽ ഫുള്ളായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ മുറുക്കാങ്കടകളൊക്കെ ഉണ്ടാവില്ല, അവിടുന്ന് ഒരു ചെറിയ കഷ്ണം പുകയില മേടിച്ച് വെച്ചാൽ കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. മാസത്തിൽ ഒരു വട്ടോ 2 വട്ടമൊക്കെ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ചേർക്കേണ്ടത് വിക്സാണ്. അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇറുക്കിലോ എന്തെങ്കിലും ഒരു തീപ്പെട്ടി കമ്പിലായാലും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലാണെങ്കിൽ നമ്മുടെ വിക്സ് നന്നായിട്ട് മെൽറ്റായി കിട്ടുള്ളൂ. അങ്ങനെ മെൽറ്റായി കിട്ടിയാൽ മാത്രമേ ഈ വെള്ളത്തിൽ ഫുള്ളായിട്ട് ആകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇച്ചിരി വിക്സ് ഇട്ടിട്ട് അതിനകത്തൊരു തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയേ. അങ്ങനെ ചെയ്താലും മതി. ഇത് കണ്ടോ, നന്നായിട്ടത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മിക്സ് ആവുന്നത് വരെ. കാരണം ഒരു എണ്ണമെഴുക്ക് പോലെ ഇങ്ങനെ പുറമേ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നന്നായി ചെയ്യാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇത് കണ്ടോ, പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഒരു സ്പൂണോളം ഇട്ടാൽ മതി. ഒത്തിരി ഒന്നും ക്വാണ്ടിറ്റി വേണ്ട. കുറച്ചിട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ വീട്ടിലെ പല്ലുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരരിപ്പ് എടുത്തിട്ട് നമുക്കിതിനെ അരിച്ച് മാറ്റണം. കാരണം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തലേ ദിവസം വൈകിട്ടൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം രാവിലെ എടുത്താലും മതി. അല്ല ഒരു അരമണിക്കൂറെങ്കിലും ഈ മിക്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം അരിച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ തറ തുടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കിച്ചൺ സ്ലാബോ കബോർഡോ ഒക്കെ തുടയ്ക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ സാധനങ്ങളിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം തന്നെയാണ്, കടുകാണ് കേട്ടോ. ഒരല്പം മതി, കുറച്ച് മതി കേട്ടോ. 5 to 10 കടുക് മതി. അത്രയും നമുക്ക് ഇട്ടിട്ട് നേരെ ഇടികല്ലിലേക്ക് ഇട്ടതിന് ശേഷം ഇടിച്ചെടുക്കണം. അപ്പോൾ കടുക് ഇനി നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്ത കടുക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദേ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അമ്മിയിൽ അരകല്ലിൻ്റെ അതിലോട്ട് ഇച്ചിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ കിട്ടും. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജാറിലൊക്കെ ഇട്ട് പൊടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൊടി നല്ല പൗഡർ പോലെ ആവേണ്ട, ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി എടുക്കുവാണ്. കുറേ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, തോടൊന്നും കളയാതെ തന്നെ അതേപടി തന്നെ വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ഈ ഇടികലിലേക്ക് തന്നെ ഇടാം. ഇനി നമുക്ക് ഒന്നുകൂടി ചതച്ച് കൊടുക്കണം. കാരണം അത് നന്നായിട്ട് ചതഞ്ഞ ഈ വെളുത്തുള്ളിയും നമ്മുടെ കടുകും കൂടി നന്നായിട്ട് അത് മിക്സ് ആയിക്കോളും. കാരണം വെളുത്തുള്ളിയുടെ അകത്ത് ആ നീരും കടുകും കൂടി ആകുമ്പോൾ നല്ല രീതിയിലാവുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിനൊക്കെ ആവശ്യമുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ സ്മെല്ല് കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കടുക് വെളുത്തുള്ളിയും കൂടി ചതച്ച ആ മിക്സ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അടുത്ത സംഭവം കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അടുത്തതായിട്ട് പച്ചമുളകാണ്, കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. പച്ചമുളക് ചതച്ചതാണ്. അപ്പം നല്ല എരിയുള്ള പച്ചമുളക് ചതച്ചത് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയേ. നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുക്കുകയാണ്. നല്ല രീതിയിൽ ആവി പറക്കുന്നത് കണ്ടോ. ഇതേപോലെയുള്ള
വേണം കേട്ടോ, വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ച് കൂടുതലായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഈ ഒരു കൂട്ടിനെ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ച് മാറ്റി നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലിയേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് അരിച്ച് മാറ്റട്ടെ. ഇത് കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഈ വേസ്റ്റൊക്കെ കാരണം സ്പ്രെയറിൽ കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ചൂട് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. കണ്ടോ, ഈ പരുവത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ഫ്ലോറിലോ എവിടെയെങ്കിലുമൊക്കെ തളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തത്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ തോന്നുന്നു. ഇത് നമ്മൾ ഉപയോഗിക്കാത്തതാണ്. ഇപ്പോൾ മിച്ചം അതിനകത്തൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ കാലി കവറൊക്കെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ചോ അങ്ങനെയൊക്കെ എടുത്താൽ മതിയേ. അപ്പോൾ ഒരു അല്പം ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അത്രയും മതി കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരല്പം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അല്പം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ എല്ലാം ചെയ്യുമ്പോൾ. കാരണം എന്നാലേ നമ്മുടെ റിസൾട്ട് 100% നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറേ വെള്ളത്തിലൊക്കെ കലക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല കേട്ടോ. ഈ പല്ലികളൊന്നും വീട്ടിൽ നിന്ന് പോകത്തേയില്ല. കാരണം കുറേ വെള്ളത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത്, എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. വീട്ടിലില്ലാത്ത ഒന്നും നമ്മൾ എടുക്കാറില്ല. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മളിത് ഒരു അല്പം മിക്സ് എടുക്കുവാണ്. മിക്സ് എടുത്തിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നേരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കിയാൽ മാത്രമേ അതൊന്ന് ബീറ്റ്സ് നന്നായിട്ട് മെൽറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല രീതിയിൽ എണ്ണമെഴുക്ക് പോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴേ നമ്മുടെ വീടൊക്കെ തറയൊക്കെ തുടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഈ കർട്ടൻസിലോ ഈ പല്ലിയുടെ ശല്യമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവില്ല, ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട വിനാഗിരിയാണ്. ഇപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള പല്ലിയെ കൊല്ലുന്ന 3 ടിപ്സുകൾ റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. കാരണം ഇത് 100% റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ബൈ ബൈ, സീ യു.